ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു മോഡൽ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ ഗിവൺ എക്സ്പ്രഷൻ യൂസിങ് സ്റ്റാക്ക്. ഓക്കെ, സോ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ആണ്. സോ ഫൈനൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടണം. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് ആദ്യം നമ്മൾ ആക്ച്വലി സ്റ്റാക്ക് വെച്ചിട്ട് എന്താ ചെയ്യുക, തന്നിരിക്കുന്നത് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ഇതിനെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കൺവേർട്ട് ചെയ്തതിന് ശേഷം എഗെയിൻ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്നാലാണ് നമ്മൾ ആൻസറിൽ എത്തുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർട്ട് ചെയ്യാനുള്ള റൂൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നോക്കാം. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സോ തന്നിരിക്കുന്ന ഗിവൺ എക്സ്പ്രഷൻ ഇൻഫിക്സ് എക്സ്പ്രഷൻ ഏതാണ്? 4*5/3 minus 4 modulus 2 plus 1*5 minus 2. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഓപ്പറേറ്റർ പ്രിസിഡൻസ് ആണ്. ഓപ്പറേറ്റർ പ്രിസിഡൻസിൽ നമുക്കിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? സ്റ്റാർ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, പിന്നെ പ്ലസ്സും മൈനസും ഉണ്ട്, ദെൻ മോഡുലസ് ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, സോ ഓപ്പറേറ്ററിൻ്റെ ഹൈ ടു ലോയിലേക്കുള്ള പ്രിസിഡൻസിൻ്റെ ഓർഡർ എഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ. ഏറ്റവും ഹയസ്റ്റ് പ്രിസിഡൻസ് വരുന്നത് എക്സ്പോണൻറ്റിനാണ് ഹയസ്റ്റ് പ്രിസിഡൻസ്. അതിനേക്കാൾ ലോവസ്റ്റ് കുറവാണ് സ്റ്റാർ, ഡിവിഷൻ, മോഡുലസ്. ബട്ട് അവർക്ക് ഈക്വൽ പ്രിസിഡൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അതിനേക്കാൾ ലോ പ്രിസിഡൻസ് ആണ് പ്ലസ്സും മൈനസും. പ്ലസ്സും മൈനസിനും സെയിം പ്രിസിഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈ ടു പ്രിസിഡൻസിൻ്റെ ഹൈ പ്രിസിഡൻറ്റ് ടു ലോ പ്രിസിഡൻസ് ഉള്ള ഈ ഒരു ഓർഡർ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അസോസിയേറ്റിവിറ്റി, ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റീവ് ആണ്. എക്സ്പോണൻറ്റ് മാത്രമാണ് റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റീവ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമ്മുടെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഇതാണ്. സോ നമ്മൾ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമുക്കിത് സോൾവ് ചെയ്യാം. സോ നമ്മൾ കറൻ്റ്ലി റീഡ് ചെയ്യുന്ന സിമ്പിൾ എഴുതി പോകാൻ ഒരു കോളം, സ്റ്റാക്കിലേക്കുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു കോളം, ദെൻ ഫൈനലിൽ കിട്ടുന്ന പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. ഓക്കെ, ഈ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈസ് ഓൾസോ നോൺ ആസ് റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി എന്താ ചെയ്യാം, സ്റ്റാക്കിലേക്ക് നമ്മൾ ഒരു ലെഫ്റ്റ് പരാന്തസിസ് പുഷ് ചെയ്ത് വെക്കും. സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാക്കിലേക്ക് ഒരു ലെഫ്റ്റ് പരാന്തസിസും നമ്മുടെ ഇൻഫിക്സ് എക്സ്പ്രഷനിൽ ഒരു റൈറ്റ് പരാന്തസിസും ആഡ് ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ ഓരോ സിമ്പിൾസ് ലെഫ്റ്റ് ടു റൈറ്റ് 1 by 1 ആയിട്ട് ഓരോ സിമ്പിൾസ് റീഡ് ചെയ്യാം. സോ ആദ്യം നമ്മൾ റീഡ് ചെയ്യണത് 4 ആയിരിക്കും. സോ ആദ്യം നമ്മൾ ഇനീഷ്യലി റീഡ് ചെയ്യുന്നത് 4 ആണ്. അത് ഓപ്പറൻ്റ് ആണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി അതിനടുത്ത് ഔട്ട്പുട്ടിലേക്ക് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് റീഡ് ചെയ്യുന്നത് ഓപ്പറേറ്റർ ആണ്. സ്റ്റാർ നമ്മൾ റീഡ് ചെയ്തു. സ്റ്റാക്കിലേക്ക് കമ്പയർ ചെയ്യാൻ ഓപ്പറേറ്റേഴ്സ് ആരുമില്ല. സോ സിംപ്ലി ആ ഓപ്പറേറ്ററിനെ ഡയറക്റ്റ്ലി സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഓക്കെ, ഔട്ട്പുട്ടിൽ ചേഞ്ച് ഇല്ല. നെക്സ്റ്റ് 5 ആണ് റീഡ് ചെയ്തത്. 5 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ഔട്ട്പുട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ അതും എടുത്ത് വെച്ചു. സ്റ്റാക്കിൽ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഡിവിഷൻ വന്നു. അപ്പോൾ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ ഡിവിഷൻ നമ്മൾ ഇൻകമിങ് ഓപ്പറേറ്ററും സ്റ്റാക്ക് ടോപ്പിലുള്ള ഓപ്പറേറ്ററും കമ്പയർ ചെയ്യുക. പ്രിസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അവ തമ്മിൽ ഈക്വൽ പ്രിസിഡൻസ് ആണ് അല്ലേ. സ്റ്റാറും ഡിവിഷനും ഈക്വൽ പ്രിസിഡൻസ് ആണ്. ഈക്വൽ പ്രിസിഡൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, അസോസിയേറ്റിവിറ്റി നോക്കും. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ റൂൾസിൽ പറഞ്ഞേക്കുന്നത് പോപ്പ് ആൻഡ് പ്രിൻ്റ് ആണ്. സോ സ്റ്റാറിനെ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ദെൻ പുഷ് ദ ഇൻകമിങ് ഓപ്പറേറ്ററിനെ പുഷ് ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യണത് 3 എന്നുള്ള സിമ്പലാണ്. സോ 3 എന്നുള്ളത് ഓപ്പറൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി അത് ഔട്ട്പുട്ടിലേക്ക് 3 എന്നുള്ളത് എടുത്ത് വയ്ക്കാം. ഓക്കെ, സ്റ്റാക്കിൽ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെ എടുത്ത് എഴുതാം. നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യണത് മൈനസ് ആണ്. സോ മൈനസ് ഓപ്പറേറ്ററും സ്റ്റാക്ക് ടോപ്പിൽ ഡിവിഷനാണ്. രണ്ടും കൂടി കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻകമിങ് ഓപ്പറേറ്റർ ലോ പ്രിസിഡൻസ് ആണ്. ലോ പ്രിസിഡൻസ് ഉള്ള ഓപ്പറേറ്ററാണ് നമ്മൾ റീഡ് ചെയ്തെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെൻറ്റിനെ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ദെൻ വേറെ എഗെയിൻ അടുത്ത വല്ല ഓപ്പറേറ്റർ ഉണ്ടോ അവിടെ? സ്റ്റാക്കിൽ വേറെ ഓപ്പറേറ്റേഴ്സ് ഇല്ല. സോ നമുക്ക് ഇൻകമിങ് ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഓക്കെ,
നെക്സ്റ്റ് സിമ്പിൾ നമ്മൾ ലെഫ്റ്റ് പരാന്തസിസ് ആണ്. എപ്പോഴാണോ ലെഫ്റ്റ് പരാന്തസിസ് സിംപ്ലി സ്റ്റാക്കിലേക്ക് അത് പുഷ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ റീഡ് ചെയ്ത ലെഫ്റ്റ് പരാന്തസിസ് ആണ്. അത് സിംപ്ലി സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഔട്ട്പുട്ടിൽ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 4 ആണ്. 4 ഓപ്പറൻ്റ് ആണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി അത് ഔട്ട്പുട്ടിലേക്ക് എടുത്ത് വയ്ക്കാം. സ്റ്റാക്കിൽ ചേഞ്ചസ് ഇല്ല. നെക്സ്റ്റ് വരുന്നത് മോഡുലസ് ഓപ്പറേറ്റർ ആണ്. സോ മോഡുലസ് ഓപ്പറേറ്റർ കറൻ്റ്ലി നമുക്ക് ഇപ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്യാൻ ഓപ്പറേറ്റേഴ്സൊന്നുമില്ല. സോ സിംപ്ലി അത് പുഷ് ചെയ്യാം. ഔട്ട്പുട്ടിൽ ചേഞ്ചസ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യണത് 2 ആണ്. സോ 2 അഗെയിൻ ഓപ്പറൻ്റ് ആണ്. സോ സിംപ്ലി ഔട്ട്പുട്ടിലേക്ക് എടുത്ത് വയ്ക്കാം. സ്റ്റാക്കിൽ ഒരു ചേഞ്ചസും ഇല്ല. നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരു റൈറ്റ് പരാന്തസിസ് ആണ്. എപ്പോഴാണ് നമ്മൾ ഒരു റൈറ്റ് പരാന്തസിസ് റീഡ് ചെയ്യുന്നത്? അപ്പോൾ സ്റ്റാക്കിൽ ഒരു ലെഫ്റ്റ് പരാന്തസിസ് കാണുന്നത് വരെയുള്ള എലമെൻറ്റ്സ് എല്ലാം പോപ്പ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് വെക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായിരിക്കും, സ്റ്റാക്ക് ടോപ്പിൽ ഈ ഓപ്പറേറ്ററിനെ ഡിലീറ്റ് ചെയ്യുക, ഇവിടെ എടുത്ത് വയ്ക്കാം. ലെഫ്റ്റ് പരാന്തസിസ് പോപ്പ് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാക്കിൽ ഈ 2 എലമെൻറ്റ്സ് പോയി കിട്ടും. സോ നമുക്ക് ഈ എലമെൻറ്റ്സ് മാത്രമാണ് ബാക്കി ഉണ്ടായിരിക്കുക. അപ്പോൾ എപ്പോഴാണ് ഒരു റൈറ്റ് പരാന്തസിസ് കാണുന്നത്, കറസ്പോണ്ടിങ് ഒരു ലെഫ്റ്റ് പരാന്തസിസ് വരെയുള്ള എല്ലാ എലമെൻറ്റ്സിനെയും പോപ്പ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എടുത്ത് വയ്ക്കുക. ആ ലെഫ്റ്റ് പരാന്തസിസിനെ ഡിസ്കാർഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ റീഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നത് പ്ലസ് ഓപ്പറേറ്റർ ആണ്. സോ പ്ലസ് ഓപ്പറേറ്ററും സ്റ്റാക്ക് ടോപ്പ് ഓപ്പറേറ്റർ മൈനസ് ആണ്. ഈക്വൽ പ്രിസിഡൻസ് ആണ്. ഈക്വൽ പ്രിസിഡൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അസോസിയേറ്റിവിറ്റി നോക്കും. ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സോ നമ്മൾ എന്താ ചെയ്യുക, സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെൻറ്റിനെ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് എടുത്ത് വയ്ക്കും. സോ മൈനസ് ഇവിടെ വരും. എന്നിട്ട് റീഡ് ചെയ്ത സിമ്പിൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ ലെഫ്റ്റ് പരാന്തസിസ് ആണ്. സ്റ്റാക്കിലേക്ക് സിംപ്ലി പുഷ് ചെയ്യാം. ലെഫ്റ്റ് പരാന്തസിസ് കാണുമ്പോൾ സ്റ്റാക്കിലേക്ക് സിംപ്ലി പുഷ് ചെയ്യുക. ഔട്ട്പുട്ടിൽ ചേഞ്ചസ് ഇല്ല. നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നത് 1 എന്നുള്ള ഓപ്പറൻ്റ് ആണ്. 1 എന്നുള്ള ഓപ്പറൻ്റ് ആണ്. ഓപ്പറൻ്റ് കാണുമ്പോൾ സിംപ്ലി ഔട്ട്പുട്ടിലേക്ക് എടുത്ത് വയ്ക്കാം. സ്റ്റാക്കിൽ ചേഞ്ചസ് ഒന്നുമില്ല. നെക്സ്റ്റ് സ്റ്റാർ എന്നുള്ള സിമ്പിളാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. സോ എഗെയിൻ കമ്പയർ ചെയ്യാനൊന്നുമില്ല. നമുക്ക് എഗെയിൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഔട്ട്പുട്ട് സെയിം അതേപോലെ തന്നെ എടുത്ത് എഴുതാം. നെക്സ്റ്റ് 5 ആണ്. സോ 5 വന്നു. സിംപ്ലി നമ്മൾ എന്താ ചെയ്യുക, സ്റ്റാക്കിലേക്ക് സ്റ്റാക്കിലേക്കില്ല, ഓപ്പറൻ്റ് ആണ്, ഡയറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് എടുത്തു വെച്ചു. സ്റ്റാക്കിൽ ചേഞ്ചസ് ഒന്നുമില്ല. നെക്സ്റ്റ് റൈറ്റ് പരാന്തസിസ് ആണ്. സോ റൈറ്റ് പരാന്തസിസ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ലെഫ്റ്റ് പരാന്തസിസ് വരെയുള്ള എലമെൻറ്റ്സിനെ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് എടുത്ത് വയ്ക്കാം. സോ 4 5 സ്റ്റാർ എക്സ്പ്രഷൻ അതേപോലെ തന്നെ എടുത്ത് എഴുതാം. അപ്പോൾ ആദ്യത്തെ സ്റ്റാറിനെ പോപ്പ് ചെയ്യുക, ഔട്ട്പുട്ടിലേക്ക് വെച്ചു. പിന്നെ ലെഫ്റ്റ് പരാന്തസിസ് ആണ്, അതിനെ പോപ്പ് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എലമെൻറ്റ്സ് ബാക്കി വരുന്നത് ഈ എലമെൻറ്റ്സ് മാത്രമായിരിക്കും. ഈ 2 എലമെൻറ്റ്സും അവിടെ നിന്ന് ഡിലീറ്റഡ് ആവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നത് മൈനസ് ആണ്. സോ മൈനസ് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ ഈക്വൽ പ്രസിഡൻസ് ആണ്. സോ സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെൻറ്റിനെ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് വെക്കാം. ഈക്വൽ പ്രസിഡൻസ് ആണ്. സോ അസോസിയേറ്റിവിറ്റി നോക്കിയാൽ ലെഫ്റ്റ് ടു റൈറ്റ്. സോ പോപ്പ് ആൻഡ് പ്രിൻറ്റ്. സോ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് ആഡ് ചെയ്തു പ്ലസിന്. ദെൻ ഇൻകമ്മിങ് സിമ്പലിനെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ ഫൈനലി നമ്മൾ റീഡ് ചെയ്യുന്നത് 2 ആണ്. 2 എന്നുള്ള ഓപ്പറൻ്റ് ആണ്.
ടു എന്നുള്ള ഓപ്പറൻ്റ് ആണ്. സോ ഡയറക്റ്റ്ലി നമ്മൾ അത് ഔട്ട്പുട്ട് എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. സ്റ്റാക്കിൽ ചേഞ്ചസ് ഒന്നും ഇല്ല. ദെൻ ഫൈനലി നമ്മൾ അപ്പൻഡ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റ് പാരാന്തസിസ് റീഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത് നമ്മുടെ എക്സ്പ്രഷൻ എൻഡ് ആയി എന്നുള്ളതാണ്. എക്സ്പ്രഷൻ്റെ എൻഡ് ഇൻഫിക്സ് എക്സ്പ്രഷൻ അവസാനിച്ചു എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എപ്പോഴാണ് ഒരു റൈറ്റ് പാരാന്തസിസ് നമ്മൾ കാണുന്നത്, സ്റ്റാക്കിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം പോപ്പ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് വെക്കുക. സോ നമ്മൾ സ്റ്റാക്കിൽ മൈനസ് ആണുള്ളത്, മൈനസിനെ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷനിൽ വെച്ചു. പിന്നെ ഒരു ലെഫ്റ്റ് പാരാന്തസിസ് ആണ്. ലെഫ്റ്റ് പാരാന്തസിസ് കാണുന്നത് വരെ ഇത് ചെയ്യുക. ലെഫ്റ്റ് പാരാന്തസിസിനെ പോപ്പ് ചെയ്തിട്ട് ഡിസ്കാർഡ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും, സ്റ്റാക്ക് ഇവിടെ എംപ്റ്റി ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. ലാസ്റ്റ് റോയിലുള്ളതാണ് ഫൈനൽ എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് ഫൈനൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. 4 5 star 3/4 2 mod minus 1 5 star plus 2 minus. ഓക്കെ, ഈ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ യൂസിങ് സ്റ്റാക്ക് അൽഗോരിതം പെർഫോം ചെയ്യണം. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.